കനത്ത തോൽവിക്ക് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് കടുത്ത ആഭ്യന്തര പ്രതിസന്ധിയിൽ. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട MLA ഹൃദപ്രതാ ബാനർജി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് തനിക്ക് 59 MLA-മാരുടെ പിന്തുണയുണ്ടെന്ന് അവകാശപ്പെട്ടു. മമതാ ബാനർജി ഇന്നലെ വിളിച്ച യോഗത്തിൽ 80 MLA-മാരിൽ 8 പേർ മാത്രമാണ് പങ്കെടുത്തത്. ലോക്സഭയിലും രാജ്യസഭയിലുമായുള്ള 42 MP-മാരിൽ 6 പേർ മാത്രം പങ്കെടുത്തു. ഇതിനിടെ ഇന്ത്യ മുന്നണിയിൽ സജീവമാകാൻ തൃണമൂൽ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. ഈ മാസം 8-ന് ചേരുന്ന മുന്നണി യോഗത്തിൽ മമതയും അഭിഷേക് ബാനർജിയും പങ്കെടുക്കും. കിരൺ ബാബു വിവരങ്ങളുമായി ചേരും. കിരൺ, മമതാ ബാനർജിയുടെ പാർട്ടി പിളരുകയാണ്, സംശയമില്ല. മഹാരാഷ്ട്രയിൽ സംഭവിച്ചതെന്തോ അത് ബംഗാളിൽ ആവർത്തിക്കുകയാണോ? എടുത്തില്ല എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്. 59 MLA-മാരുടെ പിന്തുണ അവകാശപ്പെട്ട് ഇപ്പോൾ ഹൃദപ്രതാ ബാനർജി മനസ്സിലാക്കേണ്ടത് സ്പീക്കർക്കടക്കം കത്ത് നൽകി എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ ഒരു നീക്കമായി കൂടി മാറുകയാണ്. കിരൺ ബാബു, തുടരാം. രഞ്ജിത്തെ, ആ മട്ടിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത്. തൃണമൂൽ കോൺഗ്രസിൽ ഒരു വലിയ പിളർപ്പിലേക്കെന്നല്ല, യഥാർത്ഥ തൃണമൂൽ കോൺഗ്രസ്സായി ഈ വിമത MLA-മാരും MP-മാരും ചേരുന്ന പാർട്ടി മാറുന്ന എന്ന തരത്തിലേക്ക് നീങ്ങുന്നെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. എങ്ങനെയാണോ മഹാരാഷ്ട്രയിൽ BJP ശിവസേനയെ പിളർത്തി ശിവസേനയിലെ വിമതപക്ഷത്തെ യഥാർത്ഥ ശിവസേനയാക്കി പാർട്ടി കൊടിയും ചിഹ്നവും പാർട്ടി ഓഫീസ് അടക്കം ലഭിക്കുന്ന രീതിയിലേക്ക് മാറ്റിയത്, ആ മട്ടിലേക്കാണ് വാങ്ങുന്നത്. തൃണമൂൽ കോൺഗ്രസിന് 80 MLA-മാരാണ് നിലവിലുള്ളത്. രാജ്യസഭയിലും ലോക്സഭയിലുമായി 42 MP-മാരാണ് ഉള്ളത്. ഇന്നലെ മമതാ ബാനർജി വിളിച്ചു ചേർത്ത യോഗത്തിൽ 80 MLA-മാരിൽ 8 MLA-മാർ മാത്രമാണ് പങ്കെടുത്തത്. 42 MP-മാരിൽ 6 MP-മാർ മാത്രമാണ് പങ്കെടുത്തത്. ബാക്കി ആരും യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. നേരത്തെ കഴിഞ്ഞ ദിവസം വിമത പ്രവർത്തനത്തിന്റെ പേരിൽ വ്യാജ ഒപ്പ് എന്ന് പറഞ്ഞ ആരോപണം ഉന്നയിച്ചുകൊണ്ട് പുറത്താക്കിയ ഹൃദപ്രതാ ബാനർജി MLA ആണ്. ഹൃദപ്രതാ ബാനർജിയുടെ നേതൃത്വത്തിൽ ഹൃദപ്രതാ ബാനർജിക്ക് 59 MLA-മാരുടെ പിന്തുണയുണ്ട് എന്നാണ് അദ്ദേഹം ഇന്ന് നിയമസഭയിൽ അവകാശപ്പെട്ടത്. 59 MLA-മാരുടെ കത്ത് അദ്ദേഹം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അവരുടെ ഒപ്പോടുകൂടിയ കത്ത് സ്പീക്കർക്ക് കൈമാറും എന്നുള്ള സൂചനകളൊക്കെ പുറത്തു വന്നു. അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന ചില MLA-മാരൊക്കെ ഈ തരത്തിലേക്കുള്ള പ്രതികരണവും നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇങ്ങനെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ഈ ഇത്രയേറെ MLA-മാർ 80 MLA-മാരിൽ 59 പേരുടെ പിന്തുണ ഹൃദപ്രതാ അവകാശപ്പെടുന്നത് പോലെ അവർക്കാണ് എന്നുണ്ടെങ്കിൽ മമതാ ബാനർജിയും കൂട്ടരും അഭിഷേക് ബാനർജിയും കല്യാൺ ബാനർജിയും അടക്കമുള്ള മുതിർന്ന നേതാക്കൾ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുകയും മറ്റുള്ളവർ ഈ പാർട്ടി യഥാർത്ഥ പാർട്ടിക്കാരായി മാറുകയും ചെയ്യും. അത്തരമൊരു തർക്കത്തിലേക്ക് പോയാൽ മമതാ ബാനർജി കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന് രൂപം നൽകിയ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി, ആ പാർട്ടി അടക്കം മമതാ ബാനർജിക്ക് നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകും. എങ്ങനെയാണോ മഹാരാഷ്ട്രയിൽ താക്കറെയ്ക്ക് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ, സ്വന്തം പാർട്ടി നഷ്ടപ്പെട്ടു പോയി പുതിയൊരു പാർട്ടി രൂപീകരിക്കേണ്ടി വന്ന അവസ്ഥ വന്നത്, ആ മട്ടിലേക്കുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. BJP മമതാ ബാനർജിയുടെ പാർട്ടിയെ പൂർണ്ണമായും തകർത്ത് ഇല്ലാതെയാക്കാൻ വേണ്ടിയുള്ള നീക്കം അതിശക്തമായി നടക്കുന്നു. ഈ സാഹചര്യത്തിലാണ് മമതാ ബാനർജി നേരത്തെ ഇന്ത്യ ബ്ലോക്കുമായി യോജിക്കും അകന്നുമൊക്കെ നിന്നിരുന്ന, പലപ്പോഴും വലിയ അടുപ്പം സൂക്ഷിക്കാതെ നിന്നിരുന്ന മമതാ ബാനർജി ഇപ്പോൾ ഇന്ത്യ ബ്ലോക്കിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി സഹായം തേടിയിരിക്കുന്നത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അടക്കം മമതാ ബാനർജിക്ക് പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 8-ാം തീയതി നടക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ യോഗത്തിലടക്കം പങ്കെടുക്കുമെന്ന് മമതാ ബാനർജി അറിയിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ അഭിഷേക് ബാനർജി അല്ലാതെ മമതാ ബാനർജി പങ്കെടുക്കുന്ന പതിവില്ലായിരുന്നു. ഇക്കുറി അതിനുകൂടി അവർ തയ്യാറാകുന്നു. കാരണം മമതാ ബാനർജി വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നു. പക്ഷേ ഇന്ത്യ മുന്നണിയിൽ അവർ സജീവമാകുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.